നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതിപ്പോൾ നമ്മുടെ ഗോവ വ്ലോഗിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ദിസ് ഈസ് ഓൾസോ ആ സെക്കൻഡ് ഡേ ഇൻ ഗോവ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പനാജിയിലായിരുന്നു സ്റ്റേ. പനാജിയിൽ ആക്ച്വലി മിഡിൽ ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. തലേദിവസത്തെ പിസ്സേൻ്റെ ടേസ്റ്റ് അത് മനസ്സിൽ പോകുന്നില്ലായിരുന്നു. ആ ക്രേവിങ് കാരണം ഞങ്ങൾ വീണ്ടും ക്രീമെക്സിൽ തന്നെ പോയി പിസ്സ കഴിച്ചു. ആൻഡ് ഫ്രം ദെയർ വി വെൻറ്റ് ടു എക്സ്പ്ലോർ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോണ്ടെഹാസ് കോട്ട അഥവാ ലാറ്റിൻ ക്വാർട്ടറിൽ വന്നിരിക്കുകയാണ്. ഇവിടെ പണ്ടത്തെ ആ ഒരു ലാറ്റിൻ കൾച്ചറൊക്കെ കാണിക്കുന്ന ബിൽഡിങ്സും നല്ല വൈബ്രൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തിരിക്കുന്ന മൊത്തത്തിലൊരു സ്ട്രീറ്റാണത്. നല്ല ലെങ്ത്തിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും പിക്ചേഴ്സൊക്കെ എടുക്കുന്നൊരു സ്പോട്ടാണ്. അവിടെ ഹാർഡ്ലി ഒരു 100 മീറ്റേഴ്സ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ 1800 ഏർലി 1800s ബിൽഡ് ചെയ്തൊരു സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചാപ്പൽ ഉണ്ടായിരുന്നു. ഫോണ്ടെഹാസ് കോട്ട ഒരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് പ്ലേസ് ആണ്. അപ്പം ഇത് ബേസിക്കലി അറിയപ്പെടുന്നത് ഹെറിറ്റേജ് വാക്ക് എന്നാണ്. അപ്പം നമ്മൾ പിക്ചേഴ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് സ്കൂട്ടറിൽ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. പക്ഷെ അപ്പോഴത്തേനും നല്ല വെയിൽ കാരണം ടയേർഡായി. അപ്പോൾ നമ്മളൊരു കഫേയിൽ പോയി ഒന്ന് റിഫ്രഷ് ആവാൻ തീരുമാനിച്ചു. ആൻഡ് ദാറ്റ് കഫേ വാസ് കഫേ കാരവേല. നട്ടുച്ചയ്ക്ക് ഗോവയിലെ വെയിൽ കൊണ്ട് എങ്ങനെയും എവിടെയെങ്കിലും ചെന്ന് കയറിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കി ഏറ്റവും അടുത്തുള്ളൊരു കഫേ നോക്കി വന്നതാണ് ഇവിടെ. അവിടെ ഉണ്ടായിരുന്ന മാനേജറിനോട് നമ്മൾ എന്ത് ഓർഡർ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളങ്ങനെ അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഓർഡർ ചെയ്തതാണ് സ്ട്രോബെറി പാൻ കേക്കും മിക്സ് ബെറി സ്മൂതിയും. പിന്നെ കോൾഡ് കോഫി ഓർഡർ ചെയ്തു. ഇത് 3 ഐറ്റവും വെരി ടേസ്റ്റി ആൻഡ് വെരി ഹെവി ആയിരുന്നു. ജസ്റ്റ് സ്നാക്ക് ചെയ്യാം എന്നുള്ളൊരു തോട്ടിലാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ ഞങ്ങൾക്ക് ലഞ്ച് പോലും കഴിക്കേണ്ടി വന്നില്ല. വെരി ഹെവി ഫുഡായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഗുഡ്, റിയലി ടേസ്റ്റി. അങ്ങനെ വിത്ത് ഹാപ്പി ടമ്മി നമ്മൾ റൂമിൽ പോയി ഇച്ചിരി ഒന്ന് റിലാക്സ് ചെയ്ത് ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് വി വെൻറ്റ് ടു ദ സെക്കൻഡ് സ്പോട്ട് വിച്ച് വാസ് അഗ്വാഡ ഫോർട്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കഫേയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. 2 ദിവസമായിട്ട് ഫുൾ സണ്ണും ടാനും ഒക്കെ ആയതുകൊണ്ട്. അതും ഇന്ന് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഇന്നലെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. റെയിൻ്റെ ഒരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ക്ലൗഡി ആയിരുന്നുകൊണ്ട് വലിയ ചൂടിൻ്റെ പ്രശ്നം നമുക്ക് ഉണ്ടായില്ല. പക്ഷെ ഇന്ന് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അത് കാരണം നമ്മൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ കഫേയിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ റെസ്റ്റ് എടുക്ക് ഇച്ചിരി കൂടിപ്പോയി. അങ്ങനെ നമ്മളിപ്പോൾ 5 ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ അഗ്വാദ ഫോർട്ടിൽ എത്തിയത്. പക്ഷേ അഗ്വാദ ഫോർട്ട് 5 o'clock വരെ ഉള്ളൂ ഗൈസ്. അത് കാരണം ക്ലോസായി ഫോർട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ലൈറ്റ് ഹൗസും ഇങ്ങനെ ഈ ഒരു വ്യൂ കിട്ടുന്നൊരു സ്പേസും നമ്മൾ ലൈറ്റ് ഹൗസിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. അപ്പോൾ ഈ വ്യൂ ഉള്ളൊരു സ്പേസ് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഒരു ചെറിയ ഗേറ്റിൽ കൂടെ ഇറങ്ങിയാൽ ഇവിടെ എത്താൻ പറ്റും. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ലൈറ്റ് ഹൗസിൻ്റെ മേലിൽ നിന്നുള്ള വ്യൂ ആണിത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അഗ്വാഡ ഫോർട്ട് കാണാം. ഈ കാണുന്ന സീ എന്ന് പറയുന്നത് നമ്മൾ കാൻഡലും ബീച്ചിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ നേരെ കാൻഡലും ബീച്ചിലേക്ക് പോയി സൺസെറ്റ് കാണാനായിരുന്നു ഞങ്ങളുടെ അടുത്ത പ്ലാൻ. നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ കാൻഡലും ബീച്ചിലേക്ക് പോയി. വി വർ കൈൻഡ് ഓഫ് റേസിങ് അഗെയിൻസ്റ്റ് ദ സൺ. നമുക്ക് സൺസെറ്റ് അവിടെ പോയി കാണണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ആക്ച്വലി കാൻഡലും ബീച്ചിലോട്ടാണ് പോകുന്നതെന്ന് മാത്രമേ എനിക്കറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൽ ഫുൾ പ്ലാൻഡ് ആയിരുന്നു എന്ന്. ഇവിടെ റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാംസ് ആൻഡ് സാൻഡ്സ് റെസ്റ്റോ ബാറാണ്. അപ്പോൾ അവിടെ ഇതിൽ ഫുൾ ഒരു ഈവനിങ് ഒരു ഡിന്നർ ഡേറ്റിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ വന്നത്. ആൻഡ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ക്യാൻഡിലും സൺസെറ്റ് കണ്ട്
ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ കണ്ടത് ഇതാണ്. ക്ലൗഡി ആയതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. സോ നമ്മൾ കുറച്ച് നേരം പോയി ബീച്ചിൽ വൈബ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓൾറെഡി റിസർവേഷൻ ഉള്ളതുകൊണ്ട് അവർ ടേബിൾ ഹോൾഡ് ചെയ്യും. സോ നമ്മൾ പയ്യെ പോയി കുറച്ച് നേരം ബീച്ചിലൊക്കെ വൈബ് ചെയ്തു നിന്നു. നമ്മൾ പോയി ടേബിളിലിരുന്നു, കുറച്ച് ഫുഡൊക്കെ പറഞ്ഞു. നമ്മൾ സീ ഫുഡ് ഐറ്റംസ് ഗോവൻ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ നോക്കി അതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ സൺസെറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ അവരോടൊരു ക്യാൻഡിൽ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ആ ടൈമിൽ തന്നെ അവർ കൊണ്ടു തന്നു ലൈറ്റൊക്കെ പോയപ്പോൾ. ദ തിങ് വാസ് ഇറ്റ് വാസ് ചിന്തൂസ് ബർത്ത്ഡേ April 4th. സോ ഐ ഹാഡ് ദം ബ്രിങ് എ കേക്ക് സർപ്രൈസ് ആയിട്ട്. അങ്ങനെ അവർ കറക്റ്റ് ടൈമിൽ കേക്ക് കൊണ്ടുവന്നു. നമ്മൾ ചിന്തുവിൻ്റെ ബർത്ത്ഡേ ഗോവയിൽ സെലിബ്രേറ്റ് ചെയ്തു. സോ ദിസ് വാസ് ഓൾ അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഷീ ഡിഡ് നോ ദാറ്റ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് വർക്ക്. സർപ്രൈസ് വർക്കൗട്ട് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ലൈക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യും, ഇതൊന്നും എനിക്ക് ഐഡിയയിലില്ലായിരുന്നു. ലൈക്ക് ഈ ഒരു ബീച്ച് വൈബ്, ഇങ്ങനെ ഒരു ബീച്ച് വ്യൂ ഉള്ള ഡിന്നർ ഡേറ്റ് ഒക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു എപ്പോഴും. ഐ യൂസ് ടു ടെൽ ഹിം ഓൾ ദ ടൈം. സോ അത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പം ഐ വാസ് മോർ ദെൻ ഹാപ്പി. അവിടുത്തെ ആ ഒരു വൈബും സർപ്രൈസും എല്ലാം പോലെ തന്നെ ഫുഡ് വാസ് ഓൾസോ അമേസിങ്. ഈ ഒരു ഗോവൻ സ്റ്റൈൽ കിങ് ഫിഷ് മാത്രം നമ്മളൊരു 3 times ഓർഡർ ചെയ്തു. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെയും എന്തൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. എല്ലാത്തിൻ്റെയും ഫോട്ടോയൊന്നും എടുത്തില്ല, വീഡിയോസൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫയർ ഡാൻസിൻ്റെ ആൾ വന്ന് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അറൗണ്ട് ഒരു 4 hours അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരം കൂടെ പോയി ബീച്ചിലിരുന്നു. എനിക്ക് ബീച്ചിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ബീച്ച് സൈഡിലിരുന്നു. ഇവിടെ അതിനിടയ്ക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി, സാൻഡ് കാസിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മറ്റേ മണ്ണപ്പം കുഴച്ചെണ്ണൊക്കെ തോന്നിയത്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. കുശുമ്പുള്ളവരൊക്കെ അങ്ങനെ പലതും പറയൂല്ലേ. എൻ്റെ നല്ലൊരു സൺഗ്ലാസിലായിരുന്നു കേട്ടോ, പക്ഷേ എൻ്റെ രാത്രിയിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ദാറ്റ് ഈസ് എബൌട്ട് അവർ ഡേ 2. നല്ലൊരു ഡേ ആയിരുന്നു, ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. നമ്മളത് തിരിച്ചു പോകുന്ന വഴിയിലുള്ള കുറച്ച് ഷോട്ട്സൊക്കെ എടുത്തതാണ്. ഈ 2 സൈറ്റും നല്ല ലൈവായിട്ടുള്ള ഷോപ്സും ഇങ്ങനെ ഒരു ചേർച്ചും ഒക്കെ കാണാമായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. മൊത്തത്തിൽ ആ ഒരു നൈറ്റ് ഡ്രൈവ് പൊതുവേ ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഈ ഡ്രൈവൊക്കെ എൻജോയ് ചെയ്ത് നമ്മളങ്ങനെ തിരിച്ച് പനാജിയിലോട്ട് വിട്ടു. സോ യാ, ഡേ 2 ends there. സോ ദിസ് ഇസ് എ ലാസ്റ്റ് ഡേ ഇൻ ഗോ. ഞങ്ങൾ 3rd day ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് പോകാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ സ്റ്റേഡ് തൊട്ടടുത്തുള്ള ആ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചേർച്ച് എന്ന് പറഞ്ഞ ചേർച്ചായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ചേർച്ച്. നല്ലൊരു പണ്ടേ ഉള്ളൊരു ആർക്കിടെക്ചറാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറ്റിയില്ല, ഡ്രസ് കോഡ് ഉള്ളതുകൊണ്ട്, ഷോർട്സ് ഒക്കെ ആയതുകൊണ്ട് കയറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു സ്പായ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. ഒരു ഫുൾ ബോഡി മസാജിന് പോകാനായിട്ട്. കപ്പിൾ മസാജ് നമ്മളങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. സോ നമ്മൾ നമ്മുടെ കപ്പിൾ സ്പാ ബുക്ക് ചെയ്തത് സ്നിപ്പ് സലൂൺ ആൻഡ് സ്പാ പനജിയിലായിരുന്നു. ടൈം സ്ലോട്ട് അവൈലബിൾ ആയിരുന്നു. സോ അവിടെ നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ മസൂസ് നമ്മളെ ഒരു ഫ്ലോറിൽ കൊണ്ടുപോയി. പുള്ളിക്കാരി ദേ ഇപ്പം ചപ്പലൊക്കെ ചേഞ്ച് ചെയ്യാൻ തന്നു. സോ അതിട്ടുകൊണ്ട് നമ്മൾ റൂമിലോട്ട് പോവാണ്. സോ റൂംസ് ആയിട്ടാണ് അവിടെ, ലൈക്ക് കപ്പിൾ സ്പായ്ക്ക് 2 ബെഡുള്ള ഒരു റൂമിലാണ് മസാജ് ചെയ്യുന്നത്. നമ്മൾ ഇന്നപ്പോൾ 3rd ഡേക്ക് ആക്ച്വലി കുറച്ച് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കുറച്ച് റിലാക്സിങ് ആയിട്ടൊരു ഡേ ആവട്ടെ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് ട്രെയിനാണ് മഡ്ഗാവുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ രാവിലെ നല്ല മസാജിനൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്യാം. ഇവിടെ വെളുപ്പിനെ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വെയിലത്ത് നമ്മൾ സ്കൂട്ടിയാണ് ഇവിടെ എടുത്തത്. ഒത്തിരി കറങ്ങാനൊന്നും പറ്റത്തുമില്ല. അപ്പോൾ നമ്മളൊരു ചേർച്ചിൽ പോയി. അത് കഴിഞ്ഞിപ്പോൾ ഈ സ്പായ്ക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലം സ്നിപ്പ് സലൂൺ ആൻഡ് സ്പായാണ്. ഇവിടെ കപ്പിൾ സ്പാ ബുക്ക് ചെയ്തിരിക്കുന്നത്.
this is where it's going to take place. ഭയങ്കര ഫാൻസി ആ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് പോയിപ്പോവാണ്. വൺസ് വി ആർ ഡൺ വിത്ത് ദ ചേഞ്ചിങ് വീൽ ഹാവ് ടു റിംഗ് ദിസ് ബെൽ. അപ്പോൾ അവിടെ ഈ സൗണ്ട് കേട്ടിട്ട് കയറി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് റിലാക്സിങ് ആയിട്ട് സ്പായ്ക്ക് പോവാണ്. നമ്മൾ 60 minutes ആണ് ഓഫ് ചെയ്തത്. A washroom, so after the spa there will be a steam session and then we'll be going for the bath. നമ്മളിപ്പം നല്ലൊരു പീസ്ഫുൾ വെരി റിലാക്സിങ് ആയിട്ടൊരു സ്പാ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് ഐ സെഡ് ഫോർ ആൻ അവർ 16 minutes ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ ബാത്ത് ഏരിയയിൽ തന്നെ സ്റ്റീം സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം സ്റ്റീം എടുക്കും. അത് സെറ്റാണ്, ടൈമറുണ്ട്. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ അത് നിൽക്കുമ്പോൾ നമുക്ക് ഷവർ എടുക്കാം. 7 minutes almost steam. 7 minutes. Then we took a shower. Yeah. മൊത്തത്തിൽ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ഐ മീൻ എല്ലാവരും ഒരു വൺസിനും എന്തെങ്കിലും ചെയ്ത് പോയി. റിയലി റിയലി നൈസ്. നല്ല റിലാക്സ്ഡ് ആവും. നമ്മുടെ സ്ട്രെസ്സായാലും അല്ലെങ്കിൽ ആ ഒരു വൈബായാലും ആ മൂഡായാലും എല്ലാം നല്ലതായിരുന്നു. നമുക്ക് ചെയ്തത് ലൈക്ക് കപ്പിൾസ് സ്പാ ആയിരുന്നു നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ 2 പേര് നമുക്ക് ചെയ്യാൻ മെസ്സേജ് ഉണ്ടായിരുന്നു. 2 പേര് നമുക്ക് ഈ സെയിം ടൈമിൽ സിമിലറായിട്ട് ചെയ്തു പോയി. അപ്പം ഹൗ മച്ച് ഐ മീൻ ഒരു 100ൽ എത്ര റേറ്റ് ചെയ്യും ഈ ഒരു എക്സ്പീരിയൻസ്? 100. First time experience ആയിരുന്നു, but it was good. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ സ്പായിങ്ങിൻ്റെ പരിപാടിക്ക് പോകുന്നത്. പക്ഷേ സംഭവം അടിപൊളി. ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ലാത്തതുകൊണ്ട് ഇതിന് 100 തന്നെ കൊടുക്കാം. സോ കഴിഞ്ഞ സെഷൻ നമ്മളിപ്പോൾ പുറത്ത് അവരുടെ വെയിറ്റിംഗ് ഏരിയയിൽ അവർ തന്നെ നമ്മളെ കൊണ്ടുവന്നതാണ്. സോ ലെമൺ ടീ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിലാക്സിങ് ആ ഒരു വൈബിൽ തന്നെ നമ്മൾ കുറച്ച് ലെമൺ ടീ ഒക്കെ സിപ്പ് ചെയ്തിട്ട് പയ്യെ തിരിച്ച് റൂമിലോട്ട് പോകും. അവിടെ നേരെ വീട്ടിൽ പോകാൻ കരുതി ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഫുൾ ബോഡി മസാജ് കഴിഞ്ഞതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. സോ വി തോട്ട് ഓഫ് ഗോയിങ് ടു എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ ഒരു കോക്നി ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടു. വിത്ത് ഭയങ്കര റിവ്യൂ ആയിരുന്നു. അവിടെ ചെന്നപ്പോഴും കുറേ സെലിബ്രിറ്റീസ് വന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഒരു വാളിലുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അതൊരു ഗോവൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. സോ അവിടെ നമുക്ക് ഗോവൻ ഫുഡ്സ് ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചിന്തു ഗോവൻ മീൽസ് വിത്ത് റവ ഫ്രൈഡ് കിങ് ഫിഷും പറഞ്ഞു. ഞാൻ ചപ്പാത്തി ആൻഡ് ജക്കൂട്ടി ചിക്കൻ എന്ന് പറഞ്ഞൊരു ഗോൺ ഫ്ലേവറുള്ളൊരു ചിക്കൻ കറിയും പറഞ്ഞു. ടു ബി ഫ്രാങ്ക് നമ്മളുടെ ഫ്ലേവറിന് പറ്റിയ ഒരു ഐറ്റം അല്ലായിരുന്നു രണ്ടും. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല, ചിന്തുവിനും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മേ ബി അത് ഗോവൻസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഫ്ലേവർ ആയിരിക്കാം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പയ്യെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് വിട്ടു. റൂമിൽ പോയി ബാഗൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ബിക്കോസ് ഈ സ്കൂട്ടർ നമ്മൾ എയർപോർട്ടിൽ നിന്നായിരുന്നല്ലോ എടുത്തത്. അപ്പോൾ അതവിടെ റിട്ടേൺ ചെയ്യണമായിരുന്നു. തിരിച്ച് നമുക്ക് ട്രെയിനായിരുന്നു. അപ്പം അത് റിട്ടേൺ ചെയ്തിട്ട് വേണമായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ. അപ്പോൾ അത് കൺസിഡർ ചെയ്ത് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. സോ യാ, ദാറ്റ് വാസ് ആർ ഷോർട്ട് ഗോവ വ്ലോഗ്. Hope you all liked it. So with a bunch of memories, signing off. Bye-bye.